എപ്പോഴും അമ്മയുടെ തർക്ക. അമ്മയ്ക്ക് ഒച്ചയിടുകാൻ അറിയുള്ളൂ. അതങ്ങനെ ആയിപ്പോയി. ഞങ്ങൾ 3 ആൺമക്കൾ അപ്പനും കൂടി ചേർന്ന് അവർക്കൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല. അമ്മനെ അടിച്ച് നിലം തുടച്ച് മിറ്റടിച്ച് ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോഴും ഭക്ഷണത്തിൽ വീണ മുടിയെ ഓർത്ത് ഞാൻ അമ്മേ മുടി, അമ്മയ്ക്ക് ശ്രദ്ധയുടെ അത്രാം തവണ മുടി ഇടണേ. ഞാൻ പറയാം അച്ഛനോട്, ഇന്നും അമ്മയോട് ചൂടായി. അമ്മ ചില മൂളലുകളൊക്കെ മൂളും, തെറി പറയണ പോലെയാണത്. അമ്മ ഇന്ന് കൂട്ടുകാരെ കൂടി ഷാപ്പിൽ പോയി, ഞാൻ കഴിച്ചില്ല. അമ്മ ഞാൻ കഴിച്ചില്ല. പിന്നെ അമ്മയുടെ അടുത്ത് ഞാൻ കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് എന്താ ആക്സെപ്റ്റ് ചെയ്താ? ചേട്ടാ എനിക്കിവിടെ മൂളാൻ പാടില്ലേ? പിന്നെ അത് അടിയാവുന്നു, തർക്കമാവുന്നു, ബഹളമാവുന്നു. കുമ്പസാരക്കുള്ളിൽ നിരന്തരം ഞാനിങ്ങനെ പറയുമായിരുന്നു, അച്ഛാ കുറേ കാലമായിട്ട് ഞാൻ ഒരേ പാപം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മയെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മയുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെന്ന് എനിക്ക് തെളിവോടുകൂടി അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റും. അച്ഛൻ എന്നോട് പറഞ്ഞ്, മോനെ അമ്മയ്ക്ക് എത്ര വയസ്സായി? 60കളിലാണ്. നിനക്കോ? 30കളിലാണ്. 60-ലെത്തിയ അമ്മയെ തിരുത്തുന്നതാണോ അമ്മയെ അമ്മയായിട്ട് കണ്ണും പൂട്ടി സ്വീകരിക്കുന്നതാണോ എളുപ്പം? ജസ്റ്റ് ആക്സെപ്റ്റ് ഹെർ ദ വേ ഷീ ഈസ്. ഈ ഭൂമിയിൽ എനിക്ക് കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ സാധ്യത ജോസഫേ നീയാണ്, നിന്റെ അമ്മയാണ്, ഞാനാണ്. അമ്മ നിന്നേക്കാൾ മുമ്പ് പോവും. ബൈ ദ ലോ ഓഫ് നേച്ചർ ആക്സെപ്റ്റ് ഹെർ മാൻ. അവരങ്ങനെ അങ്ങോട്ട് കണ്ണുപിടി സ്വീകരിക്കി. നല്ല ഭയങ്കര വെറുപ്പിക്കുന്ന സ്ത്രീകളല്ലോ. ഭക്ഷണം വെച്ച് തരില്ലേ, ആവശ്യത്തിന് സ്നേഹിക്കണില്ലേ, ഇടയ്ക്ക് അവർ അലറട്ടെ, ഒച്ചെടുത്തോട്ടെ പാവം.